ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറൻഷ്യബിലിറ്റി റൂൾസ് ആയിരുന്നു. ഓരോ റൂളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, അതിൻ്റെ പ്രൂഫും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കൊരു അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ തേർഡ് പ്രോപ്പർട്ടി വരുന്നത് എന്താ? കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. അതായത് ഒരു കോൺസ്റ്റൻറ്റും ഒരു ഫംഗ്ഷനും ഒരുമിച്ച് വരികയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമുക്കതിൻ്റെ പ്രൂഫാണെന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ? എന്താണ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ? ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ദെൻ ആൻഡ് സി ഈസ് എ കോൺസ്റ്റൻറ്റ് ദെൻ എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് കോൺസ്റ്റൻറ്റിനെ ഒരു ഫംഗ്ഷൻ്റെ ഒപ്പം കണ്ട് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻ്റ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ട ആവശ്യമൊന്നുമില്ല. കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അതിൻ്റെ പ്രൂഫ് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓൾറെഡി രണ്ടെണ്ണം ചെയ്തു അല്ലേ? എച്ച് ഓഫ് എക്സ് എന്തായിട്ട് എടുക്കുന്നു? എഫ് ഓഫ് എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് വേറെ ഫംഗ്ഷനായിട്ട് എടുത്തത് അല്ലേ? ജി ഓഫ് എക്സോ എച്ച് ഓഫ് എക്സ് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഞാൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സി എഫ് ഓഫ് എക്സ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എച്ച് ഡാഷ് ഓഫ് എക്സ് ഡെഫിനേഷൻ പ്രകാരം എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. അതാണ് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ. അത് നിങ്ങൾക്ക് തരായിരിക്കണം. ഏതിൻ്റെ ഡാഷ് എക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ആ ഫംഗ്ഷൻ ബൈ ഡെൽറ്റ എക്സ്. ഇനി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്താ? എച്ച് ഓഫ് എക്സ് ഇതാണ്. അപ്പോൾ എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? സി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരും മൈനസ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സി എഫ് ഓഫ് എക്സ് വരും ബൈ ഡെൽറ്റ എക്സ് വരും അല്ലേ? ഇനി ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റിൻ്റെ ഡെഫിനേഷനിൽ കോൺസ്റ്റൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്. അപ്പോൾ രണ്ടിലും സി കോമൺ അല്ലേ? അപ്പോൾ ആ സീൻ എന്ത് ചെയ്യും? ലിമിറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു. നമ്മളിപ്പോൾ ചെയ്യാൻ നോക്കുന്നു ഡിഫറൻഷ്യബിളിൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്നാണ്. തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റിൻ്റെ പുറത്തേക്ക് എടുക്കാമെന്ന് ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റിൻ്റെ പുറത്തേക്ക് കോൺസ്റ്റൻ്റ് എടുത്തു. ഇനി ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ ഡെഫിനേഷൻ അതല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ സി എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? സി എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി. എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് സി എഫ് ഓഫ് എക്സ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി. വളരെ സിമ്പിളായിട്ട് പ്രൂവ് ആവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഒരു സം റൂൾ. സം റൂൾ എന്ന് പറഞ്ഞാൽ പേര് കേട്ടതിൽ നമുക്കറിയാം എന്താണ്? എഫും ജിയും രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് കാണാൻ രണ്ടിൻ്റെയും സമ്മിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി, എന്നിട്ട് ആഡ് ചെയ്താൽ മതിയെന്ന് അല്ലേ? നമുക്ക് എഫും ജിയും രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടാൽ മതിയെന്ന്. എങ്ങനെ പ്രൂവ് ചെയ്യാം? എഫും ജിയും ഡിഫറൻഷ്യബിളാണ് തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ പ്രകാരം എഫ് ഡാഷ് ഓഫ് എക്സിസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഡെഫിനേഷൻ എന്തായിരിക്കും? ഇതായിരിക്കും. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും അല്ലേ? എഫും ജിയും ഡിഫറൻഷ്യബിളാണ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്ന കാരണം നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഡാഷ് ഓഫ് എക്സ് അതായിരിക്കും, ജി ഡാഷ് ഓഫ് എക്സ് ഇതായിരിക്കും നമുക്കറിയാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ അതിനെ ആദ്യം എന്ത് ചെയ്തു? എച്ച് ഓഫ് എക്സ് ഒറ്റ ഫംഗ്ഷനായിട്ട് എടുത്തു. ഇനി എച്ച് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എച്ച് ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ എന്താ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ് അതിൻ്റെ ഡെഫിനേഷൻ. ഓരോന്നായിട്ട് കൊടുത്ത് നോക്കുക. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എച്ച് ഓഫ് എക്സ് എന്താണ്? എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്താ? ഇതാണ് എച്ച് ഓഫ് എക്സ്. അപ്പോൾ എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരും. ഇനി എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡെൽറ്റ എക്സ് വരും. ഇനി
ഇനി ഞാനൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു അത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇവിടെ ഉണ്ട്. ഈ മൈനസുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തൊരു മൈനസ് എഫ് ഓഫ് എക്സ് കിട്ടും. അതിനെ ഇവിടെ ഒരുമിച്ച് എഴുതി. ഇനി പ്ലസ് ഈ ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇവിടെ എഴുതി. ഈ മൈനസിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത ഒരു മൈനസ് ജി ഓഫ് എക്സ് കിട്ടും. അതിനെ ഇവിടെ എഴുതി. അതായത് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. താഴെ ഡെൽറ്റ എക്സ് അതുപോലെ ഉണ്ട്. ഇനി എന്ത് ചെയ്തു, ഈ ഡെൽറ്റ എക്സ് കോമൺ ആണല്ലോ. ഇവിടെ നടുവിലൊരു പ്ലസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതി കൂടെ. അതായത് ഒരുമിച്ച് ഒരു 2 ടേം ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം. ആദ്യം എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സിനെ ഒറ്റ ടേമായും ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ജി ഓഫ് എക്സിനെ ബൈ ഡെൽറ്റ എക്സിനെ ഒരു ടേമായിട്ടും എഴുതി. എന്നിട്ട് ലിമിറ്റ് സെപ്പറേറ്റ് കൊടുത്തു അല്ലേ. അതായത് ഈ ടേം എന്താണ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഇനി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് രണ്ടും എന്താണെന്ന് അല്ലേ. ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്, ഇത് ജി ഡാഷ് ഓഫ് എക്സ് ആണ്. ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടി, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി, എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടി അല്ലേ. ഇനി അതിൻ്റെ ഒരു കൊറോളറി ഉണ്ട്. കൊറോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കൊറോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൂവ് ചെയ്ത തിയറത്തിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ റിസൾട്ടിനെയാണ് കൊറോളറി എന്ന് പറയുന്നത് കേട്ടോ. കൊറോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്ത റിസൾട്ടിൽ നിന്ന് കിട്ടും, ആ റിസൾട്ടും കൂടി വെച്ച് പ്രൂവ് ചെയ്യാവുന്ന റിസൾട്ടുകളാണ് കൊറോളറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോളറി നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കൊറോളറിയാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ആ തിയറം കൂടി പ്രൂവ് ചെയ്യണം. ആദ്യം തിയറം പ്രൂവ് ചെയ്യുക, എന്നിട്ട് കൊറോളറി പ്രൂവ് ചെയ്യണം. ഇനി കൊറോളറി ഒന്ന് പറയുന്നത് എന്താ, എഫ് എൻ എഫ് ടി എക്സെട്ര എഫ് എൻ ആർ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഒന്നുമില്ല, നേരത്തെ 2 ഫംഗ്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. നേരത്തെ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു. 2 ഫംഗ്ഷൻ മാത്രമല്ല, ഒരുപാട് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സെയിം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമെന്ന്. F1 F2 F3 എക്സെട്ര Fn അല്ലെ, n ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കൊറോളറി ആയെന്ന് മനസ്സിലായില്ലേ. കാരണം 2 നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, n എണ്ണത്തിനും ഇത് അപ്ലൈ ചെയ്യാമെന്ന് ആ റിസൾട്ടിൽ നിന്ന് എഴുതി. അതുകൊണ്ടാണ് അത് കൊറോളറി ആയത്. സെക്കൻഡ് കൊറോളറി നോക്കുക, ഡിഫറൻസ് റൂള് അല്ലേ. അതായത് എഫും ജി 2 ഡിഫറൻഷ്യൽ ഫംഗ്ഷനാണ്. എഫ് മൈനസ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും അല്ലേ. ഡിഫറൻസ് റൂളും സം റൂൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് റൂൾ പ്രൂവ് ചെയ്യാൻ എളുപ്പമല്ലേ. കാരണം എന്താണ്, മൈനസ് എന്നുള്ളിടത്ത് പ്ലസ് മൈനസ് എന്നാക്കിയാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് അതിൻ്റെ കൊറോളറി. അപ്പോൾ രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. ഇനി നോക്കുന്നു തേർഡ്, ഡെറിവേഷൻ ഓഫ് പോളിനോമിയലിൻ്റെ എന്താണ് ഡെറിവേഷൻ നോക്കി നോക്കുക. എന്താണ് ഒരു പോളിനോമിയലാണെങ്കിൽ അല്ലേ, പി ഓഫ് എക്സ് ഇക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് 1 അങ്ങനെയാണെങ്കിൽ പി ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഫസ്റ്റിലെ എ നോട്ട് ഇവിടെ ഉണ്ട്, എക്സ് റേസ് ടു എന്നിൻ്റെ പറഞ്ഞാൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. എല്ലാ രീതിയിൽ കണ്ടുപിടിക്കാമെന്നർത്ഥം. അതിനെങ്ങനെ പ്രൂവ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് ഇവിടെ എഴുതി. ഇനി ഫസ്റ്റത്തെ ടേമും ഡി ബൈ ഡി എക്സ് ഓരോ ടേമിനും പ്ലസ് ഫസ്റ്റ് പ്രോപ്പർട്ടി വേറെ എന്താണ് സം റൂൾ പ്രകാരം ഓരോന്നിലും കൊടുത്തു. സെക്കൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ടേം, ഡി ബൈ ഡി എക്സ് ഓഫ് ലാസ്റ്റ് ടേം, സെക്കൻഡ് ലാസ്റ്റ് ടേം എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതിൽ എന്ത് ചെയ്തു, കോൺസ്റ്റൻറ്റ് ഡിഫറൻസിയേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കാമെന്ന് ഇപ്പോൾ പഠിച്ചു. അപ്പോൾ കോൺസ്റ്റൻറ്റ് എ നോട്ട് കോൺസ്റ്റൻ്റാണ് പുറത്തേക്ക് എടുത്തു, എ വൺ കോൺസ്റ്റൻ്റാണ് പുറത്തേക്ക് എടുത്തു, എൻ മൈനസ് 1 കോൺസ്റ്റൻ്റാണ് പുറത്തേക്ക് എടുത്തു അല്ലേ. എ നോട്ട് പിന്നെ പുറത്തേക്ക് ഒന്നും എടുക്കാനില്ല, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താവും 0 ആയിട്ട് വരും. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണെന്ന് ഇപ്പോൾ പഠിച്ചു അല്ലേ. അതേപോലെ സെക്കൻഡ് ടേമിൻ്റെയും ലാസ്റ്റ് ടേം എ എൻ ആണ്. എൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ. അപ്പോൾ ഇത് തന്നെയല്ലേ
പി ഡാഷ് ഓഫ് എക്സ് ഈ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ പി ഡാഷ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കും. ഇനി ബാക്കിയുള്ള റൂള് 1-2 റൂളും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.